ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ഡേ ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ സ്പെൻഡ് ചെയ്തതെന്നാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോണേ. കാരണം കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. അപ്പോ ഉപ്പുമാവാകുമ്പോ വേഗം പണി കഴിയുമല്ലോ. അപ്പൊ ഇന്ന് ഉപ്പുമാവാക്കാന്ന് വിചാരിച്ചു. അപ്പോ ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാന്നൊന്നും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നില്ല കേട്ടോ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാലോ എങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ ഇതായിരിക്കും നമ്മുടെ ഈ അക്കോമഡേഷനിലുള്ള ലാസ്റ്റ് വീഡിയോ എന്ന് തോന്നുന്നു. കാരണം നമ്മൾ പുതിയൊരു അക്കോമഡേഷനിലേക്ക് മാറാൻ പോവാണ്. ഇത് നമുക്ക് റെജിനാന്റെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന അക്കോമഡേഷൻ ആണ്. അപ്പൊ അവര് പുതിയൊരു ബിൽഡിംഗ് അവരുടെ ഓഫീസിന്റെ ബാക്കിലായിട്ട് എടുത്തിട്ട് ഫാമിലീസ് ആയിട്ട് താമസിക്കുന്ന ആൾക്കാരോട് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അവര് നമുക്ക് ഫുള്ളി ഫർണിഷ് ചെയ്തിട്ടായിരിക്കും റൂം തരാം. അപ്പൊ അതിന്റെ പണികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കാന്നാ കേട്ടത്. അങ്ങനെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരുന്നു. എനിക്ക് പഴം ഉപ്പുമാവും കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടാ. ഉപ്പുമാവിലത്തെ അണ്ടിപ്പരിപ്പാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ്. ഈ കുറുമനച്ച എന്റെ കയ്യിൽ നിന്ന് കൊറേ അണ്ടിപ്പരിപ്പ് കൊടുക്കും. അമ്മച്ചി അമ്മയുടെ പ്ലേറ്റിന് എനിക്ക് അണ്ടിപ്പരിപ്പ് എടുത്ത് തരും. Try to brush your teeth. Morning and night. Brush your teeth and eat anything fast. When in the night, brush your teeth and you sleep. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഉച്ചക്കലേക്ക് മട്ടൻ കറിയും ഗീ റൈസും ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ ഞാൻ തൊലി കളഞ്ഞ് ഇരിക്കുക. അപ്പോഴാണ് നമ്മൾ വീട്ടിലേക്ക് വിളിക്കണത്. വീട്ടിലേക്ക് വീക്കെൻഡിൽ വിളിക്കുമ്പോൾ കുറച്ചധികം നേരം വർത്താനം പറയാൻ പറ്റും. ഇതാണ് റെജിനാന്റെ അച്ഛൻ. വാവതെ അച്ഛനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ വിളിക്കണ്ട, ഞങ്ങളൊന്നും കട്ട് ചെയ്തില്ല കേട്ടാ. അവിടെ ഒന്ന് കട്ടായതോ. ഫോണിൽ എന്തൊരു കംപ്ലൈന്റ് പറ്റിണ്ട്. വരുമ്പളേ പുതിയ പല്ല് വരുമ്പളേ രണ്ട് പല്ല് വരുന്നുണ്ട് ഇവിടെ. എടുത്ത് കളയാൻ പറ്റുന്ന ഡോക്ടർ പറഞ്ഞു. ഒരു പല്ല് രണ്ട് പല്ല് വരുന്നു. Breathe in, breathe out. Breathe in, breathe out. Breathe in, breathe out. Now I get welcome. We want to check one more. We want to check your teeth. Your teeth is so much dirty. Don't eat junk. No, don't eat ice cream and chocolates. അപ്പൊ അവിടെ അല്ലെങ്കിൽ റൂമിലെത്തി മരിക്കില്ല. എന്താണ് അല്ലെങ്കിൽ പേടിച്ചിട്ട് വിളിക്കും. അമ്മയും വായോ അച്ഛൻ വായോ പറഞ്ഞിട്ട് കൊണ്ടുവരുന്നുണ്ട്, പാട്ടക്കെട്ട് കൊണ്ടുവരുന്നുണ്ട്. ഒറ്റക്കിരിക്കില്ല പേടിത്തോണ്ടി. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞതിന് ശേഷം മട്ടൻ വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോഴാണ് എൻ്റെ അമ്മ വിളിച്ചത്. എൻ്റെ അമ്മ മട്ടൻ കറി വെക്കുന്നത് റെജിനാനും എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ കറക്റ്റ് ടൈമിന് അമ്മ വിളിച്ചപ്പോൾ എനിക്ക് അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ട് മട്ടൻ കറി വെക്കാൻ പറ്റി. അത് കാരണം മട്ടൻ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും പിന്നീട്. അപ്പം അങ്ങനെ ഞാൻ മട്ടനും ഗീ റൈസ് ആക്കി ഉച്ചക്കലേക്ക്.
അങ്ങനെ ഗീ റൈസ് റെഡിയായി. അതിലുണ്ട് അണ്ടിപ്പരിപ്പ് കൊറേ. അങ്ങനെ ഞങ്ങള് പൊമഗ്രനേറ്റ് ഇട്ട് ഹെൽത്തി സലാഡ് ഉണ്ടാക്കിണ്ടായിരുന്നു. ഓക്കെയാണത് വയതർക്ക്. Do you like it? എങ്ങനെയുണ്ടെന്ന് പറയ്. ഒന്നും പറയാനില്ല. എന്താ എനിക്കൊന്നും പറഞ്ഞാല് നല്ല ടേസ്റ്റാ. ഇതില് മറ്റേ പൊമഗ്രാനേറ്റ് ഇട്ടുണ്ട്, ചെറിയൊരു മധുരമൊക്കെ വരുന്നുണ്ട്. ഞാൻ സൂക്കോഫിക്ക് പോവാനേ. ഇന്ന് ഫ്ലവർ ഷോ കാണാൻ പറ്റുന്നാണ് കേട്ടത്. പോയി നോക്കാം. അങ്ങനെ ഞങ്ങള് ഫ്ലവേഴ്സ് ഷോ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയില് സൂക്ക് വാക്കിഫിലേക്ക് പോയിട്ടോ. അപ്പോ സൂക്ക് വാക്കിഫ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ, നമ്മൾ തൃശ്ശൂർക്കാർ പറയാന്ന് വെച്ചാൽ ശക്തൻ മാർക്കറ്റ് എന്നൊക്കെ പറയല്ലോ, അതുപോലെ ഖത്തറിന്റെ ഒരു മാർക്കറ്റാണ് ഈ സൂക്ക് വാക്കിഫ്. 100 വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ഇതൊരു കിണറാണ് കേട്ടോ. ഇങ്ങനെ അത് ഒരു ഷോക്ക് വേണ്ടിയിട്ട് അവരിപ്പോൾ ചെയ്തിട്ടുള്ളതാണ്. ആ വെള്ളം അവർ യൂസ് ചെയ്യണമെന്നില്ല എന്ന് തോന്നുന്നു. ഇത് വളരെ പഴക്കം ചെന്നിട്ടുള്ള ഒരു മാർക്കറ്റാണ് കേട്ടോ. ഏകദേശം 100 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പഴക്കം ഉണ്ടല്ലോ. പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന സ്വദേശികളായിട്ടുള്ള ആൾക്കാരും വിദേശികളായിട്ടുള്ള ആൾക്കാരും അവരുടേതായിട്ടുള്ള സാധനങ്ങൾ സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മാർക്കറ്റ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പുതിയ ഹൈപ്പർ മാർക്കറ്റും ആളുകളൊക്കെ വന്നപ്പോൾ ഈ സൂക്ക് വാക്കിഫിന്റെ ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവിടുത്തെ സർക്കാർ ഇത് റിനോവേഷൻ ചെയ്തു 2006. അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് റിനോവേഷൻ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് പുതിയ ബിൽഡിങ്ങുകളൊന്നും ഇവിടെ, ചിലതൊക്കെ പുതിയതാണ്, എന്നാലും കൂടുതലും പഴയ ഒരു രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഇവിടെ കാണാൻ കഴിയുക. സൂക്ക് വാക്കിഫ് ഡേ ടൈമിൽ ഓപ്പൺ ആയിരിക്കില്ല, നൈറ്റിലാണ് അത് ഓപ്പൺ ആവുക. അതിൻ്റെ ഉള്ളിലാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ രാത്രി ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ ടൂറിസ്റ്റുകളായാലും പിന്നെ അവിടുത്തെ തന്നെ ആൾക്കാർ, അറബികളായാലും അവരുടെ ഫാമിലിയും ഒക്കെ ആയിട്ട് അവർ നൈറ്റ് സ്പെൻഡ് ചെയ്യാനായിട്ട് ഈ സ്ഥലം തോന്നുന്നു ചൂസ് ചെയ്യാം. എപ്പോൾ വന്നാലും നല്ല തിരക്കായിരിക്കും. നമ്മൾ ആൾക്കാരെ തട്ടി മുട്ടിയിട്ടൊക്കെ നടക്കും. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇന്ത്യക്കാർ മീൻസ് മലയാളികളുടെ ഒരുപാട് കടകൾ കണ്ടു കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ റെന്റ് വളരെ കുറവായിരിക്കാനാണ് സാധ്യത. ഇപ്പൊ മാളിലും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ആണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവര് നല്ലൊരു എമൗണ്ട് റെന്റിന് തന്നെ കൊടുക്കേണ്ടി വരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും തിരക്കുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ തന്നെ അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനും സുഖമാണ്. പിന്നെ റെന്റും വളരെ കുറവാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിതേ ഫ്ലവർ ഷോ കാണാനായിട്ട് സൂക്കിന്റെ പുറത്തേക്ക് ഇറങ്ങിട്ടോ. സൂക്കിന്റെ പുറത്തായിരുന്നു ഒരു ഫ്ലവർ ഷോ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി നല്ല റഷാണ്. അപ്പൊ പിന്നെ ഈ ഷോയും കൂടി അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട് അവര് അത് പുറത്തായിരുന്നു. ഇവിടെ പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഫ്ലവേഴ്സും ചെടികളും നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന വാഴ, വേപ്പിന്റെ മരം, അങ്ങനെ ഒരുപാട് റോസിന്റെ തന്നെ പല വെറൈറ്റീസ്, ബോഗൻവില്ല അത് പല കളറിലുള്ളത്, പിന്നെ കാക്ടസിന്റെ തന്നെ പല വെറൈറ്റീസ്, അങ്ങനെ ഒരുപാട് നമ്മൾ കാണാത്ത ഒരുപാട് തരം ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളൊന്നും വാങ്ങിയില്ല. കാരണം നമുക്ക്
ഈ പുതിയ അക്കോമഡേഷനിലേക്ക് മാറണമെന്ന് പറഞ്ഞല്ലോ, അവിടെ ബാൽക്കണി ഒന്നുമില്ല. ഇപ്പം നമ്മൾ താമസിക്കുന്ന അക്കോമഡേഷനിൽ ചെറിയൊരു ബാൽക്കണി ഉണ്ട്. നമ്മൾ കുറച്ച് ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു എമർജൻസി നമുക്ക് പെട്ടെന്ന് തന്നെ നാട്ടിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ചെടിയൊക്കെ തിരിച്ചു പോയി വരുമ്പോഴേക്കും ആകെ കരിഞ്ഞ് ഭയങ്കര വിഷമം ഞങ്ങൾക്ക് കണ്ടപ്പോൾ. പിന്നെ ഇനി വിൻ്റർ ആകുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ പുതിയ അക്കോമഡേഷനിലേക്ക് മാറണമെന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എനിക്ക് ഇൻഡോർ പ്ലാന്റ്സിനോട് വലിയ താല്പര്യമില്ല. അപ്പം അത് കാരണം ഞങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു വീട്ടിലേക്ക് പോരാമെന്ന് വിചാരിച്ചു. വാവ അവൾക്ക് കിട്ടിയ സമയം മാക്സിമം ഓടി നടന്ന് എൻജോയ് ചെയ്തു. പിന്നെ ഒരു കണക്കിന് പിടിച്ചിരുത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുത്തിയതാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മെല്ലെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതേ ഫ്ലവർ ഷോ ആയതുകൊണ്ട് ഇതേ തലയിൽ ഫ്ലവറിൻ്റെ ക്ലിപ്പൊക്കെ ഇട്ടിട്ടാണ് ഒരാൾ വന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ഭാഗത്ത് ഭയങ്കര തിരക്കുണ്ട്. അപ്പം ഞങ്ങൾ പോയി നോക്കിയപ്പോണ്ട് അവിടെ എന്തോ സ്ട്രോബെറി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ ഇട്ട് തരുന്നതാണ്. അപ്പോൾ വാവയ്ക്ക് അത് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് പറഞ്ഞ് വാങ്ങി. അവൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് ഇവിടെ വന്നിട്ടുള്ള ശീലമാണ് കേട്ടോ. ഇവിടെ സ്കൂളിൽ ഒരു ബ്രേക്കിന് ഫ്രൂട്ട്സ് കൊണ്ടുപോകണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ അത് കാരണം ആള് ഫ്രൂട്ട്സൊക്കെ നല്ല ഇഷ്ടപ്പോൾ ആള് എന്ത് ഫ്രൂട്ട്സ് ആയാലും കഴിച്ചോളും. സ്ട്രോബെറിക്ക് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് മധുരമോ ഒരു പുളിയോ ഒരു വികാരവും ഇല്ലാത്തൊരു സ്ട്രോബെറി ആയിരുന്നു. അതിൽ പക്ഷെ ചോക്ലേറ്റ് ഇടുമ്പോൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്, അത്ര തന്നെ. അല്ലാണ്ട് ആ ചോക്ലേറ്റ് മാറ്റിക്കഴിഞ്ഞാൽ സ്ട്രോബെറി മാത്രം കഴിക്കുമ്പോൾ അത്ര വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എപ്പോഴും തിരക്കായിരിക്കും എന്നുള്ളത്. ഇതേ കണ്ടില്ലേ ആൾക്കാരൊക്കെ നടക്കണത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിമുട്ടിയിട്ടൊക്കെയാണ് നടക്കുന്നത്. പിന്നെ ഇതിനേക്കാളും തിരക്കുള്ള ഭാഗങ്ങളുണ്ട് കേട്ടോ. നമ്മൾ അത്രയും ഉള്ളിലേക്ക് അങ്ങനെ പോയില്ല. കാരണം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇതിപ്പോൾ ഒരു ഫ്ലവർ ഷോ ആയതുകൊണ്ട് അല്ലെങ്കിൽ വീക്കെൻഡ് ആയതുകൊണ്ട് മാത്രമല്ല ഇത്രയും തിരക്ക്, ഡെയിലി ഇങ്ങനെയാണ് ഇവിടെ. അപ്പോൾ ഞങ്ങളിതേ പുറത്തിറങ്ങി വീട്ടിലേക്ക് പോവാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു.